അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ നാസർ ഫൈസി കൂടത്തായിയാണ്. ഇപ്പോഴാണ് ഒരു വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സറഹുൽ അസീസ് മഹാനവറുകളുടെ കുടുംബം മുഴുവനും കാന്തപുരം വിഭാഗത്തിലാണെന്നും കാന്തപുരം വിഭാഗത്തിന്റെ ആശയക്കാരാണ് എന്നുമുള്ള തെറ്റായ ഒരു പ്രചരണം വിഘടിത സുന്നികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളിതുവരെ കളവ് മാത്രം പറഞ്ഞ് പഠിച്ചിട്ടുള്ള കാന്തപുരം വിഭാഗം കളവ് വീണ്ടും ആവർത്തിക്കുന്നു എന്നാണ്. ഇത് 10,000 തവണ ആവർത്തിച്ചാൽ സത്യമാകുമെന്ന ഗീബൽസിയൻ സിദ്ധാന്തത്തെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് കാന്തപുരം വിഭാഗം ഇപ്പോഴും ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ തങ്ങളവറുകളുടെ അനിയന്മാർ മുഴുവനും സഹോദരന്മാർ മുഴുവനും ശംസുൽ ഉലമയുടെ ആശയത്തെ അംഗീകരിച്ചവരായിരുന്നു. ശൈഖുനാ ശംസുൽ ഉലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ മഹാനവറുകളുടെ കൂടെ ജീവിച്ച ഇവരൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയത്തെ സ്വീകരിച്ചവരാണ്. സമസ്തയിൽ നിന്ന് കാന്തപുരം വിഭാഗത്തെ പുറത്താക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടവരാണ് അധികം സഹോദരന്മാരും. ശംസുൽ ഉലമയുടെ അനിയന്മാരായ ഇ കെ അബ്ദുറഹിമാൻ, അതേപോലെ ഇ കെ ഉസ്മാൻ മുസ്ലിയാർ, ഇ കെ അലി മുസ്ലിയാർ, ഇ കെ ഉമർ മുസ്ലിയാർ, ഇ കെ ഹസൻ മുസ്ലിയാർ, ഇവരെല്ലാം കാന്തപുരം വിഭാഗം ഉടലെടുക്കുന്നതിന് മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് ജീവിക്കുകയും സമസ്തയ്ക്ക് വേണ്ടി പൊരുതുകയും സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത മഹാന്മാരായ ആലിമീങ്ങളാണ്. എന്നാൽ കാന്തപുരം വിഭാഗം ഉടലെടുത്തതിന്റെ ശേഷം ശംസുൽ ഉലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ബഹുമാനപ്പെട്ട ഇ കെ അഹമ്മദ് ഹാജി, അദ്ദേഹം ശംസുൽ ഉലമയുടെ അതേ ആശയമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയക്കാരൻ തന്നെയായിരുന്നു. തൃശൂർ ജില്ലയിലെ മുറ്റിച്ചൂൽ എന്ന് പറയുന്ന പ്രദേശത്ത് അദ്ദേഹത്തിന്റെ ഖബർസ്ഥാനുണ്ട്. കഴിഞ്ഞ 7 കൊല്ലം മുമ്പാണ്, ഏകദേശം 7 കൊല്ലം മുമ്പാണ് അദ്ദേഹം വഫാത്തായത്. ഇ കെ അഹമ്മദ് ഹാജി എന്ന ശൈഖുനാ ശംസുൽ ഉലമയുടെ അനിയൻ സജീവ സമസ്തയുടെ പ്രവർത്തകനായിരുന്നു. കാന്തപുരം വിഭാഗത്തിന്റെ രൂപീകരണത്തിന്റെ ശേഷം തന്നെ സമസ്തയുടെ ആളായിരുന്നു. എന്നാൽ ആ അനിയനിൽപ്പെട്ട ഒരാൾ ഇ കെ അബ്ദുള്ള മുസ്ലിയാർ എന്ന് പറയുന്ന ഒരേ ഒരു സഹോദരൻ കാന്തപുരം വിഭാഗം ഉടലെടുത്ത ശേഷം കാന്തപുരം സുന്നിയുടെ അനുഭാവിയായിരുന്നു. ശൈഖുനാ ശംസുൽ ഉലമയുടെ പെൺമക്കളെ കെട്ടിയ മൂത്ത പെൺമക്കളെ കെട്ടിയത് വെള്ളിപ്പറമ്പ് പ്രദേശത്തേക്കാണ് മഹദിയെ വിവാഹം ചെയ്തയച്ചത്. ഭർത്താവ് മുഹമ്മദ് ബാക്കവി സമസ്തയുടെ പ്രചാരകനും പ്രവർത്തകനുമാണ്. മറ്റൊരു മകളെ കെട്ടിയ കീശേരി ആലിൻചുവട് മഹലിലെ അഹമ്മദ് ഫൈലി സമസ്തക്കാരനാണ്, സമസ്തയുടെ പ്രവർത്തകനാണ്, പ്രചാരകനാണ്. അതോടൊപ്പം മറ്റൊരു മകളെ വിവാഹം ചെയ്തു കൊണ്ടുപോയ ഉമർ കോയ ഹാജി കുറ്റിക്കാട്ടൂർ സജീവ സമസ്തയുടെ പ്രവർത്തകനാണ്. മറ്റൊരു സഹോദരി മകളെ വിവാഹം ചെയ്തയച്ച കിട്ടിയ കോളിക്കൽ അഹമ്മദ് എന്ന പൗരപ്രമുഖൻ, അദ്ദേഹം സമസ്തയുടെ സജീവ ആളാണ്. മറ്റൊരു മകളെ വിവാഹം സ്വീകരിച്ച കെട്ടാങ്ങൽ പ്രദേശത്ത് പുള്ളാവൂർ എന്ന പ്രദേശത്തുള്ള മാക്കിൽ മഹ്മൂദ് ഹാജി സമസ്തക്കാരനാണ്. മഹാന ശൈഖുനാ ശംസുൽ ഉലമയുടെ മകളെ വിവാഹം ചെയ്ത് സ്വീകരിച്ചിട്ടുള്ള മുഹമ്മദ് ബാക്കവി, അഹമ്മദ് ഫൈലി, ഉമർ കോയ ഹാജി, കോളിക്കൽ അഹമ്മദ്, മാക്കിൽ മഹ്മൂദ് ഹാജി തുടങ്ങിയവരൊക്കെ സമസ്തക്കാരാണ്. ശൈഖുനാ ശംസുൽ ഉലമയുടെ കാലഘട്ടത്തിൽ, ശംസുൽ ഉലമയുടെ ജീവിച്ച കാലഘട്ടത്തിലും ഇപ്പോഴും അവർ സമസ്തയിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ആർക്കും അവരെ ബന്ധപ്പെടാവുന്നതുമാണ്. ശൈഖുനാ തങ്ങളുടെ മകനായ ഇ കെ അബ്ദുസ്സലാം, അദ്ദേഹം വളരെ പ്രമുഖനാണ്, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തെ ആർക്കും ബന്ധപ്പെടാം. ഇന്നും സമസ്തയുടെ പ്രചാരകനും പ്രയോക്താവുമാണ്. അദ്ദേഹത്തിന്റെ മകനാണ് അബൂബക്കർ ഹുദവി, സമസ്തക്കാരനാണ്. ശൈഖുനാ ശംസുൽ ഉലമയുടെ പേരക്കുട്ടിയായ അബൂബക്കർ ഹുദവി, അദ്ദേഹത്തിനാണ് ഇന്നഹു ശംസുൽ ഉലമ എന്ന ഒരു അറബി ഗ്രന്ഥം കഴിഞ്ഞ ദിവസം കോഴിക്കോട് പ്രകാശനം ചെയ്തപ്പോൾ മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ കൈമാറിയത്. ശൈഖുനയുടെ ശംസുൽ ഉലമയുടെ മറ്റൊരു മകനായ അബ്ദുർ റഷീദ്, അദ്ദേഹം സമസ്തയുടെ പ്രബോധകനായിരുന്നു, സമസ്തയുടെ പ്രചാരകനായിരുന്നു.
ശംസുൽ ഉലമ തങ്ങളുടെ പെങ്ങന്മാരുടെ കുടുംബം മുഴുവനും സമസ്തയുടെ പ്രവർത്തകരാണ്. ആർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമയുടെ അനിയന്മാർ, ഷെയ്ഖുനയുടെ പെൺമക്കളെ വിവാഹം ചെയ്തു കൊണ്ടുപോയവർ, ഷെയ്ഖുനയുടെ മക്കൾ, ഷെയ്ഖുനയുടെ പേരക്കുട്ടികൾ, അവരൊക്കെ സമസ്തകാല ജമിയത്തുൽ ഉലമയുടെ ആളുകളാണ്. ഇതിൽ ഏക വ്യത്യാസം ഷെയ്ഖുനയുടെ ഒരനിയനായ അബ്ദുള്ള മുസ്ലിയാർ, അയാൾ AP വിഭാഗക്കാരനായിരുന്നു. ഹസൻ മുസ്ലിയാരുടെ മക്കളോ അതുപോലെ തന്നെ ഷെയ്ഖുന ശംസുൽ ഉലമയുടെ സഹോദരന്റെ മക്കളോ ആരെങ്കിലുമൊക്കെ AP വിഭാഗക്കാരുണ്ടാവാം എന്ന് വിചാരിച്ച് ഷെയ്ഖുനയുടെ അടുത്ത ബന്ധക്കാരും മക്കളും പേരക്കുട്ടികളും അനിയന്മാരുമൊക്കെ ഷെയ്ഖുനയുടെ വിരുദ്ധരാണ് അല്ലെങ്കിൽ കാന്തപുരം വിഭാഗക്കാരാണ് എന്ന പൂർണ്ണ തെറ്റായ കളവായ ഒരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവരെ തിരിച്ചറിയണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ഷെയ്ഖുന ശംസുൽ ഉലമയുമായി ബന്ധപ്പെട്ട ആർക്കും അറിയാവുന്ന വസ്തുതയുമാണ്. തെറ്റായ പ്രചരണം കാന്തപുരം അവസാനിപ്പിക്കില്ല. അവസാനിപ്പിക്കുന്ന ഏതൊരു നിമിഷത്തിലുണ്ടോ അവർക്ക് സമസ്തയിൽ ലയിക്കാവുന്നതാണ്. അതുകൊണ്ട് അവസാനിപ്പിക്കണമെന്ന ഒരു താക്കീതൊന്നും ഞങ്ങൾ ഇപ്പോൾ തരുന്നില്ല. കാരണം എന്ന് അവസാനിക്കുന്നോ അന്നവർ സമസ്തയായി, എന്നവർ നിലനിൽക്കുന്നുവോ അന്നവർ കാന്തപുരമായി നിലനിൽക്കുക തന്നെ ചെയ്യും. കാന്തപുരവും കളവും പരസ്പരം പൂരകങ്ങളാണ്. കാന്തപുരം സുന്നിയുടെ ആളുകളും കളവുകളും പരസ്പരം പൂരകങ്ങളാണ്. കളവ് പറയുന്ന ഗീബൽസിയൻ സിദ്ധാന്തത്തിന്റെ ആളുകളുടെ മുമ്പിൽ വളരെ കൃത്യമായി ശരി പറഞ്ഞു കൊടുക്കാൻ നമ്മൾ സജ്ജരാവുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.